മറിയം ഞങ്ങളുടെ ലിസണേഴ്സിനോട് ഹായ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ ആദ്യം വേണമെങ്കിൽ ഒന്ന് അറബിയിൽ പറഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു ട്വിസ്റ്റ് ആയിക്കോട്ടെ. اوكي السلام عليكم صباح الخير صباح النور അറബിക് ഭാഷ പഠിപ്പിച്ച ഓർക്കണ്ട എനിക്ക് പുറത്തെടുക്കേ. ഓക്കെ, അപ്പൊ ഇനി മലയാളത്തിൽ ഒന്ന് കേക്കട്ടെ. സുപ്രഭാതം എല്ലാവർക്കും സുപ്രഭാതം. രാവിലെ മറിയമ്മിനോട് ചോദിക്കുന്നത്, മറിയം ആക്ച്വലി എവിടെ ജോലി ചെയ്യുന്നത്? ഞാനൊരു ബാങ്കിലാണ്. എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? സർവീസ് എക്സലൻസ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. മറിയമ്മിന്റെ സിസ്റ്റർ ഉണ്ട് ഇവിടെ, നൂറ. നൂറ പറയാണ്, എനിക്ക് എന്റെ ശബ്ദം കേൾക്കുന്നതേ ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചപ്പോ സ്വന്തം ശബ്ദം കേൾക്കാൻ പോവാണ്. ഹായ് നൂറ. ഹായ്. നൂറയ്ക്ക് സുഖമാണോ? നല്ല സുഖം, പക്ഷെ നല്ല പേടിയുണ്ട്. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ അറബിക്കിന്റെ കാര്യത്തിൽ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. നമ്മളിപ്പോ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മലയാളത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പ്രൊഫസർ ബ്രാഡ്ലിയെ പോലെ ഇനി 3 പ്രബന്ധങ്ങൾ വരെ മലയാളത്തിൽ എഴുതാൻ ഹെൽപ്പുള്ള വ്യക്തികളായി മാറിയിരിക്കുന്നു. അപ്പം നമ്മളിൽ പല ആളുകൾ വിചാരിക്കും എങ്ങനെയാണ് ഇവർക്ക് ഇത്ര മലയാളം അറിയാന്നുള്ളത്. അപ്പം ഇവരുടെ കുട്ടിക്കാലം മുതൽ നോക്കിക്കൊണ്ടിരുന്നത് ഒരു മലയാളി ചേച്ചിയാണ് അല്ലെ? ചേച്ചിയുടെ പേര് എലിഷ. അപ്പൊ ചേച്ചി അവിടെ നിന്ന് ചേച്ചി ഒറ്റയ്ക്കായിരുന്നോ? ചേച്ചിയുടെ ഫാമിലി ഒക്കെ അന്നുണ്ടായിരുന്നോ ചേച്ചിയുടെ കൂടെ? ഇല്ല, ഒറ്റയ്ക്കായിരുന്നു. പിന്നെയാണ് ഫാമിലി വന്നത്. അപ്പൊ ഈ ഒറ്റയ്ക്കുള്ള ചേച്ചി ആരുടെ കൂടെ മലയാളം സംസാരിക്കുന്ന കേട്ടാ നിങ്ങൾ പഠിച്ചത്? ഞാൻ ജനിച്ചപ്പം സ്നേഹത്തോടെ എലിഷനെ എപ്പ എന്നാണ് വിളിക്കുന്നത്. സോ എപ്പ ഞാൻ ജനിച്ചപ്പോ എപ്പാടെ ഐ തിങ്ക് സിസ്റ്ററിലോ വന്ന് ആസ് എ നാത്തൂൻ വന്ന് ചേച്ചി എന്നാണ് വിളിക്കുന്നത്. എപ്പോഴും ചേച്ചിയും തമ്മിൽ സംസാരിച്ചപ്പോ ഞങ്ങൾ അങ്ങനെ കേട്ടു പിടിച്ചു. മാത്രമല്ല, ഒന്ന് ആലോചിച്ചോട്ടെ, ആ സമയത്ത് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് നമ്മൾ പഠിച്ച, അതായത് നമ്മുടെ തന്നെ ഭാഷ, ഇപ്പൊ എമറാത്തി ഭാഷ പഠിക്കാനായിട്ട് നമ്മൾ നിൽക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു ഭാഷ പഠിക്കുക, അത് കേട്ട് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കുറച്ചൊരു ടാസ്ക് തന്നെയാണ്. പക്ഷെ അത് എങ്ങനെയാണ് ഗ്രാജുവലി നിങ്ങളത് മനസ്സിലാക്കിയത്? അതായത് ഇവിടെ ഇപ്പോൾ ഒരുപാട് എമറാത്തി വീടുകളിൽ ചിലപ്പോൾ ഹെൽപ്പേഴ്സ് ആയിട്ടൊക്കെ തന്നെ ഒരുപാട് ചിലപ്പോൾ മലയാളി ചേച്ചിമാരൊക്കെ ഉണ്ടാവും. പക്ഷെ അവരൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ പക്ഷെ അത് പഠിച്ചു നിങ്ങൾ എത്ര ക്ലോസ് ആയിരുന്നു ടു യുവർ എപ്പ അല്ലേ? വളർത്തിയത് മുഴുവൻ എപ്പയാണ്. അപ്പൊ അങ്ങനെ ഈ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴത്തേ അവർക്ക് ലാംഗ്വേജ് പിക്ക് ചെയ്യാനായിട്ടുള്ള സ്കിൽസ് ഭയങ്കര കൂടുതലാണ്. നമ്മളെപ്പോഴും അറബിക്ക് പഠിക്കുന്ന പോലെയല്ല, അവർക്ക് അന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ബാക്കി എല്ലാവരും സംസാരിക്കും? നിങ്ങൾ രണ്ടുപേരും ആണോ? യുവർ പേരൻസ് ആൻഡ് എവരിബഡി സ്പീക്സ് മലയാളം? നോ, ഞങ്ങൾ മാത്രം. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്നുണ്ടെങ്കിൽ മലയാളമാണ് അവരുടെ കോഡ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പഠിച്ചത്. ഇപ്പം നമ്മുടെ നിങ്ങൾ എപ്പാന്ന് വിളിക്കുന്ന ചേച്ചിയുടെ അലിഷയുടെ ഫുൾ ഫാമിലി ഇവിടെ ഉണ്ടല്ലേ? ബ്രദറുടെ ഫാമിലി ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്? ഐ തിങ്ക് എപ്പാടെ നാത്തൂനുണ്ട്, എപ്പാടെ ഹസ്ബൻഡ് ഉണ്ട്, എപ്പാടെ ബ്രദർ ഉണ്ട്, എപ്പാടെ രണ്ടാമത്തെ ബ്രദർ വന്നായിരുന്നു, എപ്പാടെ നീസ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ മകൻ വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ മരുമകൻ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മലപ്പുറമാണ്. എപ്പോഴും നാട് എവിടെയാ കേരളത്തില്? ആലപ്പുഴ. അതാണ് ഒരു കോട്ടയം ആലപ്പുഴ. മാത്രമല്ല, നിങ്ങൾ കേരളത്തിൽ പോയിട്ടുണ്ടോ? എപ്പോഴൊക്കെ വീട് ആ സ്ഥലമൊക്കെ കാണാൻ പോയിട്ടുണ്ട്? ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ട്. അത് ശരി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കേരളം കണ്ടിട്ട്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇവിടെ നമ്മള് ചോദിക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ നമ്മൾ അറിയാലോ, നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് എമറാത്തീസ് ആണ് അല്ലെങ്കിൽ നമ്മളെ ഭാഷ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ ഭാഷയിൽ അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയും. ഇവർക്ക് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരിക്കും. കാരണം ഇവര് മലയാളം മനസ്സിലാക്കില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റാരെങ്കിലും ഇവരുടെ മുമ്പിൽ വെച്ച് മലയാളം പറയുകയോ അത് ഇവർ മിണ്ടാതെ കേട്ടോണ്ടിരുന്നതിന് ശേഷം പിന്നീട് അത് ഒരു ആലോചിച്ച് ചിരിച്ചതും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ നൂറ? സ്കൂളിൽ എനിക്കുണ്ടായിരുന്നു. ഐ തിങ്ക് ടീച്ചേഴ്സ് മലയാളികളായിരുന്നു. അവർക്ക് ഐ തിങ്ക് അറിയില്ലായിരുന്നു എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയാവുന്ന. ഒരു സൂപ്പർവൈസർ വന്നായിരുന്നു. ഐ റിമെമ്പർ ദിസ്. തേർഡ് ക്ലാസ്, തേർഡ് പീരിയഡ്, സൂപ്പർവൈസർ ഇങ്ങനെ ഫുൾ കോൺഫിഡൻസോടെ വന്നിട്ട് ടീച്ചറോട് പറഞ്ഞു, മറ്റാ ക്വസ്റ്റ്യൻ പേപ്പറിലില്ലേ ഈ ചോദ്യം, ദ ഫുൾ question paper got leaked. കാരണം അവർ പോലും മലയാളത്തിലാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. അത് എന്നിട്ട് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തോ അത് സ്വന്തമായിട്ട് മനസ്സിൽ തന്നെ വെച്ചോ? എനിക്ക് പിയാടിയാണ്. മറിയം ബാങ്കിലല്ലേ വർക്ക് ചെയ്യുന്നത്? അപ്പം അവിടെയും ഇതുപോലെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും അറിയാം എനിക്ക് മലയാളം സംസാരിക്കാൻ. മലയാളത്തിലാണ് സംസാരിക്കണത് അവിടെ. ഇപ്പൊ ഈ മലയാളം നമ്മുടെ അലീഷ ചേച്ചി നിങ്ങളുടെ എപ്പ വെച്ച് തരുന്ന മലയാളി ഫുഡൊക്കെ ഉണ്ടാവൂലേ? ചോറ്, മീൻകറി, തോരൻ, അവിയൽ, അതൊക്കെ ഇഷ്ടമാണോ? കേരള ഫുഡ് ഡെഫിനറ്റ്ലി. ഏറ്റവും ഫേവറേറ്റ് കേരള ഫുഡ് എന്താ?
ഓക്കെ, ഐ ലവ് ഓണം സദ്യ. ഞാൻ ചെറുതായിട്ടൊരു വെജിറ്റേറിയൻ ആണ്, പക്ഷേ ബീഫും പൊറോട്ട ഉണ്ടാക്കുമ്പോ ഐ ക്യാൻ. അത് ഉള്ളിലൊരു മലയാളി ഉണ്ടെങ്കിൽ അവന്റെ ഒപ്പം ഒരു ബീഫും പൊറോട്ടയും അത് മലയാളം അറിയാന്ന് മാത്രമല്ല, അകത്തുകൊണ്ട് മലയാളി. അറിയാം. ഞാൻ പിന്നെ എല്ലാം കഴിക്കും. മറ്റേ പൊറോട്ടയും പുട്ടും കടലയും കടലയും ഒക്കെ കഴിക്കും. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇവര് മലയാളം. ഇവരെ ഇപ്പൊ അവസ്ഥ എന്ന് അറിയാം, നമുക്ക് ആ ദിലീപ് നമ്മുടെ പഞ്ചാബി ഹൗസിൽ പെട്ടെന്ന് ഊമയാണല്ലോ, സംസാരിക്കുമ്പോഴത്തേക്കും ഹരിശ്രേഷകന്റെ ഒരു നോട്ടം ഉണ്ടല്ലോ ഇങ്ങനെ. അതേപോലെ പെട്ടെന്ന് എമറാത്തി പറഞ്ഞിട്ട് ടക്കുന്നുണ്ട് മലയാളം പറയുമ്പോഴത്തേക്കും നമ്മളൊക്കെ ഇങ്ങനെ ഷോക്ക്. ഇപ്പം ഇവരെ കൊണ്ടുവന്ന് അവരെ വീട്ടിൽ അവരെ ഡ്രൈവർ ഉണ്ട്. അപ്പൊ മലയാളിയാണ് അദ്ദേഹം, ഈ പറഞ്ഞ എപ്പയുടെ ബ്രദർ ആണ് അല്ലെ. അപ്പം പറയാണ് അദ്ദേഹം വന്നത് 22 വർഷങ്ങൾക്ക് മുമ്പാണ്. 32 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ബ്രദറാണ് ഇവരുടെ കൂടെ ഉള്ളത്. അപ്പൊ ഇദ്ദേഹം വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവരുടെ സിറ്റുവേഷൻ തന്നെ മലയാളം സീരിയൽ കണ്ടോണ്ടിരിക്കുകയാണ്. സീരിയൽ കണ്ടിട്ട് മറിയം പിറ്റേ ദിവസം സ്കൂളിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യും ഇവിടെ എന്ത് സംഭവിച്ചു. അറബി ഫാമിലിയുടെ കൂടെ ഒന്നുണ്ട്, മലയാളി ഫാമിലിയുടെ കൂടെ ആണല്ലോ താമസിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, മലയാളം സിനിമകൾ കാണാറുണ്ടോ? അപ്പോ ഡെഫിനറ്റ്ലി കൂടുതലും മലയാളമാണ് കാണണം. എനിക്ക് നിങ്ങളൊരു ഇന്റർവ്യൂവിൽ ആരോ ഒരാള് പറയുന്ന കേട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ സുരേഷ് ഗോപി ആണെന്ന് പറഞ്ഞത്. സുരേഷ് വുഡ് ലവ് ടു നോ ദാറ്റ് അല്ലേ? അപ്പൊ മറിയത്തിന് ആരെയാണ് ഇഷ്ടം? ദിലീപിന്റെ ഫാനാണ്. ഓക്കെ, നമ്മള് മലയാള സിനിമകൾ കണ്ടു. ഇപ്പൊ അറിയാലോ, മലയാള സിനിമകളിലെ തമാശകൾ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളതാണ്. മറ്റ് ഭാഷകളെ സിനിമകളിലെ തമാശകൾ പോലെയല്ല. അപ്പൊ നിങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചിരിക്കുന്ന ഒരുപാട് മലയാള സിനിമകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? അങ്ങനെ ഒന്നും പറയാൻ പറ്റിയല്ല. എന്നാലും ഒന്നൊന്നും പറയാൻ പറ്റിയല്ല. ഇന്നാ പറയാനാ. ഫേവറേറ്റ് മൂവീസ് ഏതൊക്കെയാണ് മലയാളത്തില്? ദിലീപ് ആയതുകൊണ്ട് ഫുള്ള് കോമഡി. ചാന്ത് പൊട്ട്, പഞ്ചാബി ഹൗസ്, മീശമാധവൻ, പറക്കും തളിക. കുറച്ച് ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കമ്മീഷണറും ഏകലവ്യനും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മൈ നെയിം ഇസ് ഓർമ്മയില്ല, ഭരത്ചന്ദ്രൻ IPS. മറ്റേ ഡയലോഗ് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓക്കെ, എങ്ങനെയാണെങ്കിൽ നമുക്ക് ദിലീപിന്റെ ഒരു ലൈനും കൂടെ ചോദിച്ചു. അത് വേണ്ട എനിക്ക് കഴിക്കണം, ഈ കുട്ടിയെ കല്യാണം കഴിക്കണം. അല്ല, അങ്ങനെ അല്ല, ഇത് തെങ്കാശി പട്ടണത്തിലെ സാറിന് എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കുള്ള ഡയലോഗാണ്. നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ലൈൻ കിട്ടുന്നില്ല. വി ഷുഡ് ഹാവ് ബീൻ പ്രിപ്പയർഡ്. ദിലീപിന്റെ റോസിക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ റോസി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. അല്ല, ഇത് സിനിമയാണെന്നറിയോ? റോസിക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. ഞങ്ങള് പറയുന്ന സ്റ്റൈല് പക്ഷേ അർഫാസിന് പോലും ചിലതൊക്കെ സംശയം ഉണ്ടായിരിക്കും. അതുവരെ ഇവർക്ക് അതൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീട്ടില് അച്ഛനും അമ്മയും അമ്മുമ്മയും അപ്പൂപ്പനും ഒക്കെ മലയാളം പറഞ്ഞാലും കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഇവിടെ പഠിക്കുന്ന പിള്ളേർക്കൊന്നും മലയാളം ഇത്ര നന്നായിട്ട് അറിയില്ല. അപ്പൊ ഇവര് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തു. ഇവരവിടെ കൂടെ നിന്നു. ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. എന്നിട്ട് ഇവര് മലയാളം. ഇതില് മലയാളത്തിലെ ഏറ്റവും പ്രയാസം എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാട്ടുകളാണ് ഓർത്തിരിക്കാൻ പ്രയാസം. പാട്ട് പാടുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വരികളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നിങ്ങൾ പാട്ട് പാടാറുണ്ടായിരിക്കുമല്ലോ. ഏതെങ്കിലും മലയാളം പാട്ടുകൾ നിങ്ങളുടെ മനസ്സിലുള്ള അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു പാട്ടുണ്ട്, ഞങ്ങൾ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തതാണ്, ജീവിതത്തിൽ പാടാൻ വേണ്ടിട്ട്. നമ്മളിപ്പോ ആർക്കാണെങ്കിലും ഏത് ഭാഷ അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിലും ലിറിക്സ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ലിറിക്സ് എടുത്തു വെച്ചുകൊണ്ട് ആ മലയാളത്തിൽ തന്നെ ആ പാട്ട് പാടാൻ പോവുകയാണ്. നമുക്ക് വേണ്ടി ഒരു മലയാളം പാട്ട് ഇവർ പാടിത്തരാൻ വേണ്ടി പോവാണ്. Okay, go for it. 3, 4. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാനീണം നൽകി, ഈണം തേടും ഈരത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളം കൊമ്പത്തൂനാലാടി, പാടു നാട്ടുമൈനേ കുടയാടു ചോലമൈനേ, ഒന്ന് പാടു നാട്ടുമൈനേ. ഞാൻ വിചാരിച്ചു മലയാളം പാട്ടെന്ന് പറയുമ്പോ വല്ല ചെറിയ ലിറിക്സ്, ആയിരം കണ്ണുമായി നോക്കുമ്പോ പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി എന്ന് പറഞ്ഞ ഏറ്റവും ഡിഫിക്കൽട്ട് സോങ്. ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഒരു സ്വിച്ച് ഓവറിന് വേണ്ടിട്ട് ഒരു അറബിക് പാട്ടും കൂടെ ഒന്ന് പാടൂ. അറബിക് പാട്ട് مالت أصالة اللي ولا أنت غيمن في السماء. I don't know the full lyrics. മലയാളം പോലില്ല. Just anything in Arabic. അറബിക്കിൽ ഒരു താരാട്ട് പാട്ടാണെങ്കിലും മതി.
അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് അറബിയില്. ولا تغيم في السماء ولن تغيما في السماء ولا نيل ميت ظما قلبك إذا ما ضمني غيره قلوب الضمني. അവിടുന്ന് അങ്ങോട്ട് പ്രായം നമ്മിൽ മോഹം നൽകി. സോ ഗുഡ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം വേണോ, പ്രത്യേകിച്ച് നമ്മുടെ ഭാഷ ഇത്ര കാര്യമായിട്ട് നിങ്ങൾ പഠിച്ചു, ഇപ്പോഴും നിങ്ങളത് ഞങ്ങളുടെ സിനിമകളൊക്കെ കാണുന്നു, ഞങ്ങളുടെ പാട്ട് പഠിക്കുന്നു. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മലയാളത്തിൽ ഏറ്റവും പ്രയാസം ഉണ്ടായിരുന്ന ഒരു വാക്ക് ഏതായിരുന്നു പറയാനായിട്ട്? ഞങ്ങൾക്ക് അതായത് ഒരു ലെറ്റർ ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ അത് നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ. ഈ വാഴയിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട് ഏതാ? വാഴപ്പഴം. വെരി ഗുഡ്. ഇപ്പൊ എനിക്ക് കോംപ്ലക്സ് ആയി. അല്ല, അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വാക്കുകളോ അങ്ങനെ പ്രയാസം ഉണ്ടായിരുന്നോ തുടക്കത്തില്? കുറെ കുറവുണ്ട്. എനിക്ക് മറവിയായ കാരണം നമ്മളത് ഓർക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഈ മലയാളം എഴുതാനും അറിയോ അപ്പോ? ഇല്ല, പഠിക്കാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല. ശ്രമിച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല. മലയാളത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വേറൊരു വാക്കുണ്ട്, ഇർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ അതെടുത്ത് എന്തായാലും തോക്കും. അത്രയും കൺഫ്യൂസിംഗ് ആണ്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. മറിയം ഇപ്പൊ റാക്ക് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, നൂറ ഒരു NGO-യിൽ വർക്ക് ചെയ്യാണ്. ഇപ്പൊ രണ്ടുപേർക്കും രാവിലെ ജോലിക്ക് പോകണം. നിങ്ങൾക്ക് മലയാളി കൂട്ടുകാരുണ്ടോ? ലൈക് ഫ്രണ്ട്സ് ഉണ്ടോ മലയാളികള് ആയിട്ട്? കേരളത്തിലാണോ? ഇതെങ്ങനെ കേരളത്തിൽ നിന്ന് ഫ്രണ്ടിനെ കിട്ടി? ഇൻസ്റ്റഗ്രാം. ഓക്കെ. ഇപ്പൊ ജോണോ അർഫാസും ഫ്രണ്ട് റിക്വസ്റ്റ് ആയിട്ട് വരും. നിങ്ങൾ രണ്ടുപേരും അത് എടുക്കണ്ട കേട്ടോ, ഞാൻ പറയാൻ വേണ്ടി വരാം. ആണോ? അതുപോലെ തന്നെ ഇന്നലെ വന്ന 4 പയ്യന്മാരും അവരും അയച്ചിട്ടുണ്ട്, നൈലയുടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം? അവര് 4 പേരെ എനിക്ക് വേണ്ട, എനിക്ക് ഇറാനിയായ മസേമിനെ മാത്രം മതി, ഞാൻ അദ്ദേഹത്തിന് മാത്രമേ അയച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വന്നതിന് ഒരു വലിയ താങ്ക് യു. ഇനിയും എന്താ പറയുന്നത്, നമ്മുടെ ലാംഗ്വേജിനോട് കാണിക്കുന്ന, നമ്മുടെ നാടിനോട്, നമ്മുടെ ആർട്ടിനോടൊക്കെ കാണിക്കുന്ന സ്നേഹത്തിന് ഒരു വലിയ താങ്ക് യു. ആൻഡ് സോ നൈസ് ടു മീറ്റ് യു. ഒരുപാട് കേരള യാത്രകൾ നടത്താൻ സാധിക്കട്ടെ. ഇപ്പൊ നേരത്തെ പറഞ്ഞു മലയാളി ഫ്രണ്ട്സ് അധികം ഇല്ല എന്നുള്ളത്, മലയാളി ഫ്രണ്ട്സ് ഒരുപാട് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ. മാത്രമല്ല നിങ്ങൾ ഈ മലയാളം പഠിപ്പിക്കാൻ നിങ്ങളെ സഹായിച്ച ഹോൾ ഫാമിലി ഉണ്ടല്ലോ, അവർക്ക് വലിയൊരു താങ്ക്സ് നമ്മൾ പറയാം. ബിക്കോസ് ഓഫ് ദം യു ഗൈസ് ആർ knowing our language, our land, our culture, everything. So big thanks going out to them as well. Thank you. പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ലിസണേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ലോകത്തെ എല്ലാ മലയാളികളും ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്, ദുബായിലുള്ള എല്ലാവരും. ആദ്യം നൂറയ്ക്ക് എന്താ പറയാനുള്ള ഒരു നന്ദി, നമസ്കാരം. മറിയം, പിന്നെ മലയാള ഭാഷ മറക്കരുത്, അത് ഞങ്ങളുടെ മദർ ടങ് മാതൃഭാഷ. അപ്പൊ അത് ഓർക്കണം, പഠിക്കണം, പറയണം, അല്ലേ? തീർച്ചയായിട്ടും. That's amazing. Song of the Hour, brought to you by ABC Cargo app.